ഹായ്, പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എയ്ഡൻ, ലാലേട്ടന്റെ റേഡിയോ സിനിമയാണ് എയ്ഡൻ. ഇപ്പം ക്ലബ് എഫ് സ്ട്രീമിംഗ് ആണ്. ഇതിന്റെ സ്റ്റോറി കുറേറ്റർ രമേശ് പിഷാരടി, സ്ക്രിപ്റ്റ് ഡയറക്ടർ പ്രിയ രാജ്, വോയിസ് ലാലേട്ടന്റെ മെയിൻ ക്യാരക്ടർ ആണല്ലോ രഘു എന്നൊരു ക്യാരക്ടർ ലാലേട്ടൻ വരുന്നുണ്ട്. കൂടാതെ സുരേഷ് കൃഷ്ണ, സുധീർ കരമന, സുനീഷ് സുഗത, രാജേഷ് ശർമ്മ, പിന്നെ മകേഷ് കുഞ്ഞുമോൻ. ഇത്രയും പേരാണ് ഈ ഒരു റേഡിയോ സിനിമയിലെ ശബ്ദം കൊടുത്തേക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റേഡിയോ സിനിമ, ഈ ഒരു FM സിനിമ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു ബസ് യാത്രയാണ് കാണിക്കുന്നത്. ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടൂർ പോകുന്ന പിള്ളേർ കിടന്ന് ഒരു അടിച്ചുപൊളി പാട്ടൊന്നും അല്ല ഇട്ടേക്കുന്ന, ഒരു അവാർഡ് പാടും പാട്ടിട്ടേക്കുന്നു. പിള്ളേർ അവിടെ കിടന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു, പാട്ട് മാറ്റുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ലാലേട്ടന്റെ ഇൻട്രോ, ലാലേട്ടന്റെ വോയിസ് നല്ല നല്ല രീതിയിൽ ലാലേട്ടൻ ആ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഡ്രൈവറാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഡ്രൈവർ എന്ന നിലയിൽ നല്ലോണം കാര്യം പറഞ്ഞിട്ട് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ പുള്ളി പറയുന്നു, നമുക്ക് ഡ്രൈവർ ആകുമ്പം എല്ലായിടത്തും ഫുഡിന് വില കുറച്ച് കിട്ടും, അങ്ങനെയുള്ള പറയുന്നു. അങ്ങനെ അവിടുന്ന് ഒരു പെറ്റി, ബസ് പാർക്ക് ചെയ്യുന്നതിനടുത്ത് ഒരു പെറ്റി വരുന്നു. ആ പെറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതും പിന്നെ പുള്ളിയുടെ അതായത് രഘു എന്നൊരു ക്യാരക്ടർ, അതാണ് ലാലേട്ടൻ ചെയ്തേക്കുന്നത്. ലാലേട്ടന് അക്കൗണ്ടിൽ 50 കോടി രൂപ കയറുന്നു. ഈ ഒരു രീതിയും പിന്നെ വരുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമ FM പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ വിഷ്വൽ ചെയ്ത് കണ്ടാൽ നല്ലൊരു സിനിമ കാണുന്ന ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഇതിന്റെ ഒരു ടർബോയും ആയിട്ട് സാമ്യം തോന്നും. പക്ഷെ എനിക്ക് ടർബോയെക്കാട്ടിലും വിഷ്വൽ ചെയ്ത് കണ്ടപ്പോൾ ടർബോയെക്കാട്ടിലും നല്ലൊരു ഇതുപോലെ FM സിനിമയായിട്ട് എനിക്ക് നല്ലോണം തോന്നി. പിന്നെ ആസ്വദിക്കാൻ പറ്റിയതുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടന്റെ ശബ്ദം കൊണ്ട് നല്ല രീതിയിൽ ആസ്വദിക്കാം. പിന്നെ ചിലയിടത്തൊക്കെ ചില സിനിമയുടെയൊക്കെ സാമ്യം തോന്നാറുണ്ട്. അപ്പൊ എല്ലാവരും ക്ലബ് FM കേരള എന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് സ്ട്രീമിംഗ് ആണ്, എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കൂ. കണ്ടിട്ട് ഇറങ്ങി പോവല്ലോ. ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക, ലൈക്ക് വന്നിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നതേ, ബൈ.